കോക്രോച്ച് ജനതാ പാർട്ടി എന്ന വൈറൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു കോടതി വാദത്തിനിടയിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇതിന് കാരണമായത്. അദ്ദേഹം സിസ്റ്റത്തെ ആക്രമിക്കുന്ന ചിലരെ പാറ്റകളോട് ഉപമിക്കുകയും അവർക്ക് ജോലിയില്ലെന്നും പ്രൊഫഷണൽ സ്ഥാനമില്ലെന്നും പറയുകയുണ്ടായി. പിന്നീട് ഇത് വ്യാജ ബിരുദങ്ങൾ നേടിയവരെ കുറിച്ചാണ് പറഞ്ഞതെന്നും രാജ്യത്തെ യുവാക്കളെ ഉദ്ദേശിച്ചല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും യുവാക്കൾക്കിടയിൽ ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ 30 വയസ്സുകാരനായ അഭിജിത്ത് ദീപക് ആണ് ഇതിന് പിന്നിൽ. എല്ലാ പാർട്ടികളും ഒന്നിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് അദ്ദേഹം ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയും തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വെബ്സൈറ്റുകളും ആരംഭിക്കുകയും ചെയ്തു. ഇതൊരു ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് യുവതലമുറയുടെ ഒരു രാഷ്ട്രീയ പരിഹാസ പ്രസ്ഥാനമാണ്. ജോലിയില്ലാത്തവർ, മടിയന്മാർ, എപ്പോഴും ഓൺലൈനിൽ സമയം ചിലവഴിക്കുന്നവർ എന്നിവരോട് ഇതിൽ അണിചേരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. വെറും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രസ്ഥാനം ഇന്റർനെറ്റിൽ വൻ ഹിറ്റായി മാറി. ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇതിന് 13 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സും ഉണ്ടാക്കി. ഇവരുടെ ലക്ഷ്യം എന്താണ്? രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കും യുവാക്കളുടെ നിരാശയ്ക്കും എതിരെ ശബ്ദമുയർത്താനും രാഷ്ട്രീയ ഉത്തരവാദിത്തം ആവശ്യപ്പെടാനുമാണ് ഈ പ്രസ്ഥാനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ സീറ്റ് നൽകാതിരിക്കുക, സ്ത്രീകൾക്ക് 50% സംവരണം നൽകുക എന്നിവ ഇവരുടെ മാനിഫെസ്റ്റോയിലെ ചില പ്രധാന ആവശ്യങ്ങളാണ്.